എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കത്തിൽ പോലീസ് സംരക്ഷണം തേടി ജോസഫ് പാംപ്ലാനി ഹൈക്കോടതിയിൽ. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ കുർബാന ഉൾപ്പെടെയുള്ളവ നടത്താൻ പോലീസ് മതിയായ സംരക്ഷണം നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ബസലിക്കയിൽ കടന്നുകയറി കുർബാന തടയാനുള്ള നീക്കം പോലീസ് തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുജ്തബ, എന്താണ് ജോസഫ് പാംപ്ലാനിയുടെ ഹർജിയിലെ ആവശ്യം? സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തെ തുടർന്ന് അത് മറ്റു ചില ഘട്ടങ്ങളിലേക്ക് കൂടി, നേരത്തെ സമവായം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും അതിനകത്ത് തുടരുന്ന തർക്കം, പള്ളിക്കകത്ത് ചില ആളുകൾ അതിക്രമിച്ച് കയറിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഈ ഹർജിയിൽ ഉന്നയിക്കുന്നത്. ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. നേരത്തെ പറയുന്നത് പ്രകാരം ഡിസംബർ 10 ഒരു വിഭാഗം ആളുകൾ പള്ളിയിൽ അതിക്രമിച്ച് കയറി അകത്തുനിന്ന് പൂട്ടുകയും അവിടെ താമസം തുടങ്ങുകയും ചെയ്തു എന്നാണ് ഹർജിയിലുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇവരെ തടയാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുക്കാനോ, ഈ പള്ളിക്ക് അല്ലെങ്കിൽ ബസലിക്കയ്ക്ക് പോലീസ് സംരക്ഷണം നൽകാനോ പോലീസ് സ്വമേധയാ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് കളക്ടറുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെയോ ഒക്കെ ഉത്തരവില്ലാതെ ഒരു നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നു. പോലീസിനോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. പക്ഷേ അത് പോലീസ് ആക്ടിന് വിരുദ്ധമാണ്. ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അത് തടയാൻ ഇടപെടേണ്ടത് പോലീസാണ്. നിയമപരമായ ബാധ്യത പോലീസിനുണ്ട്. അതുകൊണ്ട് ഇതുവരെ പോലീസ് അത്തരത്തിൽ അവരുടെ വീഴ്ച അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കോടതി ഈ കാര്യത്തിൽ പോലീസിന് കൃത്യമായി പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഇടപെടണം എന്നുള്ളതാണ് ഈ ഹർജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പള്ളിക്കുള്ളിൽ അതിക്രമിച്ച് കയറിയവർ മറ്റ് വിശ്വാസികൾക്കും വൈദികർക്കും പ്രവേശനം തടയുകയാണ്. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് എന്നതുൾപ്പെടെ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതോടൊപ്പം തന്നെ സാധാരണ വിശ്വാസികളായ അല്ലെങ്കിൽ ഈ ജോസഫ് പാംപ്ലാനിയുടെ ഒപ്പം ഉള്ള ഏകദേശം 800ഓളം പേർ ഒപ്പിട്ട ഒരു കൂട്ട പരാതി ഈ ഹർജിക്കൊപ്പം വെച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ പള്ളി അഡ്മിനിസ്ട്രേറ്റർ നൽകിയ ഹർജിയിൽ സംരക്ഷണം നൽകാൻ കോടതി നിർദ്ദേശിച്ചത് ഫലപ്രദമല്ലാത്തതിനാലാണ് ഇപ്പോൾ ഉള്ള ആളുകൾ ഇതിനകത്ത് കയറുന്നത്. അതുകൊണ്ട് ക്രിമിനൽ അതിക്രമം നടത്തുന്ന ആളുകളെ ഒഴിപ്പിക്കുകയും അത്യാവശ്യമായി ഇതിനകത്ത് വളരെ വിശാലമായ തലത്തിൽ പള്ളിക്ക് പൂർണ്ണമായും സംരക്ഷണം നൽകുന്ന രൂപത്തിൽ ഈ കോടതിയുടെ നിർദ്ദേശം നൽകണമെന്ന് കൂടി ഹർജിയിൽ പറയുന്നുണ്ട്. അമൃത.